ഡൽഹി സമരക്കാരെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും. കുറ്റങ്ങൾ കലാപാഹ്വാനം, സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയവ. അറസ്റ്റ് CPI നേതാവ് ടി.ജി. ജിസ്മോന്റെ പരാതിയിൽ. കണ്ണൂരിലെ കൊട്ടേഷൻ തലവൻ ഇന്നലെ അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ കുറ്റം ചുമത്തും. നിലവിലുള്ളത് 23 കേസുകൾ. കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച. ലോഡ്ജിൽ തങ്ങാൻ സഹായിച്ചവർ പോലീസ് നിരീക്ഷണത്തിൽ. ആയങ്കിയുടെ സോഷ്യൽ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്നെന്ന് സംശയിക്കുന്ന വിഷ്ണു ഒളിവിൽ. ഇടവേളയ്ക്ക് ശേഷം അമിത്ഷാ ഇന്ന് പാർലമെന്റിലെത്തിയേക്കും. ജന്തർ മന്ദർ പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷം പ്രസ്താവന ആവശ്യപ്പെടും. സഭകൾ പ്രക്ഷുബ്ധമാകാൻ തന്നെ സാധ്യത. കേരളത്തെ കേരളമാക്കുന്ന ബില്ലും അവതരിപ്പിച്ചേക്കും. ഓഗസ്റ്റ് 12 വരെ സഭയിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് കോൺഗ്രസ് എംപിമാർക്ക് വിപ്പ്. ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികളോടും സഭയിലെത്തണമെന്ന ആവശ്യം. മുതലപ്പൊഴിയിലെ ഷിജിനും പുല്ലുവിളയിലെ ജോണും നീണ്ടകരയിലെ ഗൗതവും കടലിൽ വീണിട്ട് ഇന്ന് 11 ദിവസം. തെരച്ചിൽ ഇന്നും തുടരും. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും രംഗത്ത്. കോസ്റ്റ് ഗാർഡും തെരച്ചിലിൽ സജീവം. പള്ളിയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ തല്ലിയ പിറമാടം പള്ളിയിൽ സമവായ ശ്രമങ്ങൾ ആരംഭിച്ചു. പള്ളി അതീവ സുരക്ഷയിൽ. മുതിർന്ന വൈദികരുമായി ചർച്ച നടത്താൻ പോലീസിന്റെ നീക്കം. ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾ വഴങ്ങുമോ എന്നത് നിർണായകം. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ് ആരോപണങ്ങൾ ചർച്ചയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും വിലയിരുത്തലുകളും ചർച്ച ചെയ്യുകയും അജണ്ടയിൽ. സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികളും ആലോചിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ ശക്തിപ്പെടുന്നു. LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സമരം കൂടുതൽ ശക്തമാകും. അധ്യാപകരാവാൻ കൊതിച്ചു പഠിച്ചവർ ഇന്ന് ചിതയൊരുക്കി പ്രതിഷേധിക്കും. സമരസമിതി നേതാവ് വളർമതി നിരാഹാരവും തുടരുന്നു. പിന്തുണയുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ. പശ്ചിമേഷ്യൻ തർക്കത്തിൽ മുൻ നിലപാടിൽ അയഞ്ഞ അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായി തുറന്നാൽ പുതിയ ആണവ കരാർ വേണ്ടെന്ന് ഇറാനോട് നിലപാട്. കടുത്ത ഉപാധികളുമായി ഇറാന്റെ മറുപടി. ഉപരോധങ്ങൾ പിൻവലിക്കണം. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതി പാളുന്നു. പദ്ധതിയുടെ ആദ്യ മാസത്തിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് റിപ്പോർട്ട്. ജൂലൈ മാസത്തിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ 49.94% ഇടിവ്. അമേരിക്കയ്ക്ക് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഇല്ലാതാക്കുമെന്ന് ഇറാൻ സൈനിക മേധാവി. ഏത് തിരിച്ചടിക്കും തയ്യാറെന്നും ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ഇസ്ലാമിക് നാറ്റോ സഖ്യം. സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഹകരണം വെല്ലുവിളിയാകുമെന്ന ആശങ്ക. തുർക്കിയുടെ സൈനിക സാങ്കേതിക വിദ്യ പാകിസ്ഥാന് ലഭ്യമാവാൻ സാധ്യത. അമേരിക്കയിൽ നിന്നകലാൻ പുതിയ തന്ത്രം മെനഞ്ഞ് സൗദി അറേബ്യ. ഡൊണാൾഡ് ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കില്ല. ഇറാൻ യുദ്ധത്തിലും ഇരു രാജ്യങ്ങൾക്കും 2 നിലപാട്.